വലിയ പ്രതീക്ഷയോടുകൂടി വന്നിട്ട് തലയും വാലുമില്ലാത്ത ഒരു ബജറ്റ് അവതരിപ്പിച്ച് മടങ്ങേണ്ടി വന്നു ധനമന്ത്രിക്ക്. രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാന ബജറ്റ് ആയിട്ട് കൂടി ആരുടെയും പ്രതീക്ഷയ്ക്കൊത്ത് ഉണരാനായില്ല എന്നത് വലിയൊരു പോരായ്മ തന്നെയാണ്. സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം സമ്പൂർണ്ണ ഭരണ തകർച്ചയാണ്. എന്നാൽ ഇത് മറയ്ക്കാൻ വേണ്ടി കേന്ദ്രം പരിഗണിക്കുന്നില്ല എന്നുള്ള സ്ഥിരം ജൽപ്പനങ്ങൾ മാത്രമാണ് ബജറ്റിന്റെ അവതരണത്തിന് മുൻപും ധനമന്ത്രിയിൽ നിന്നും ഉണ്ടായത്. ജനസമ്മതി നേടിയെടുക്കുന്നത് ചില്ലറ കാര്യമില്ല. അതിന് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കാൻ കഴിയണം. മറ്റു സംസ്ഥാനങ്ങളോട് കേന്ദ്രത്തിന് കൂടുതൽ കൂറുണ്ടെങ്കിൽ അതവർ സംസ്ഥാനത്ത് നടപ്പിലാക്കുന്ന പ്രവൃത്തികൾ കൊണ്ട് മാത്രമാണ്. അത് അവരുടെ കഴിവാണ്. അതിന് ചുമ്മാ തിട്ടുഴുത്തരം പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. വെറും ഒരു കവല പ്രസംഗം എന്നതിനപ്പുറത്തേക്ക് ഉയരാൻ പിണറായിയുടെ അവസാന ബജറ്റിന് കഴിഞ്ഞിട്ടില്ല എന്ന് വേണം പറയാൻ. പുത്തരിക്കണ്ട മൈതാനത്ത് പ്രസംഗിച്ചതുപോലെ എന്നാണ് ധനമന്ത്രി KN ബാലഗോപാലിന്റെ ബജറ്റിനെ BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ വിശേഷിപ്പിച്ചത്. ഒന്ന് ശ്രദ്ധിച്ചാൽ അത് ശരിയാണെന്ന് നമുക്ക് മനസ്സിലാവും. സാമ്പത്തിക പ്രതിസന്ധി പരിഹരിച്ചില്ലെന്ന് മാത്രമല്ല, കാർഷിക മേഖലയെ തെല്ലും പരിഗണിക്കാൻ ബജറ്റിന് കഴിഞ്ഞിട്ടില്ല. കേരളം നേരിടുന്ന അടിസ്ഥാന പ്രശ്നങ്ങളൊന്നും ഈ ബജറ്റിന് വിഷയമേ അല്ല. ഇന്ത്യയിൽ ഏറ്റവും അധികം തൊഴിലില്ലായ്മ നേരിടുന്ന സംസ്ഥാനമാണ് കേരളം. ഈ തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതിനുള്ള ഒരു നടപടിയും ബജറ്റിൽ നിർദ്ദേശിച്ചിട്ടില്ല. കേരളത്തിലെ തകർന്നടിഞ്ഞ വ്യാവസായിക രംഗത്തെ പുനരുജ്ജീവിപ്പിക്കാൻ വേണ്ട യാതൊരു നിർദ്ദേശവും ബജറ്റ് മുന്നോട്ട് വെച്ചിട്ടില്ല. സംസ്ഥാന സർക്കാർ ശരിയായ രീതിയിൽ കേന്ദ്രത്തിൽ നിന്നും പലതും നേടിയെടുക്കുന്നതിൽ വീഴ്ച ഉണ്ടാക്കുന്നു. എന്നാൽ ഇത് കേന്ദ്ര അവഗണനയാണ് എന്ന് തേഞ്ഞൊട്ടി രാഷ്ട്രീയം പറയുന്നു. സൗകര്യമുണ്ടല്ലോ. 10ാം ധനകാര്യ കമ്മീഷന്റെ കാര്യം മാത്രമാണ് ഇപ്പോഴും പറയുന്നത്. വണ്ടി ഇപ്പോഴും അവിടെ നിന്നും പോന്നിട്ടില്ലെന്ന് സാരം. വിഴിഞ്ഞം, മെട്രോ ലൈൻ, ജൽജീവൻ ഇവയെല്ലാം കേന്ദ്ര ആവിഷ്കാര പദ്ധതിയാണ്. നാളികേര റബ്ബർ മേഖലയിലെ കർഷകർക്ക് വേണ്ടി എന്താണ് ഇവർ മാറ്റിവെച്ചത്? ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി നിർമ്മിച്ച ഒരു കാപട്യ നിറഞ്ഞ ബഡ്ജറ്റ് മാത്രമാണിത്. സ്റ്റാർട്ടപ്പുകൾ തുടങ്ങുന്നതിന് കേന്ദ്ര സർക്കാർ എത്ര രൂപയാണ് മാറ്റിവെച്ചത്? അതുവഴി ഒരു കൂട്ടം ആളുകൾക്ക് ജോലി നേടാനാവും. അത് രാജ്യത്തിന്റെ സാമ്പത്തികം ഒന്നുകൂടി ഉയർത്താൻ സഹായിക്കും. ഇത്തരം ദീർഘവീക്ഷണങ്ങളൊന്നും ഇവർക്കില്ല. അവർക്ക് വേണ്ടത് സ്വകാര്യ താല്പര്യങ്ങൾ മാത്രമാണ്. കുറെ പണം വേണം കൈയിട്ട് വരാൻ. പിന്നെ അവർക്കങ്ങ് സുഖിക്കണം. അതിനി ബന്ധു നിയമനമായാലും ശരി, വിദേശയാത്ര ആയാലും ശരി. ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കില്ല എന്ന തലതിരിഞ്ഞ നയമാണ് കേരളത്തിൻ്റെത്. നാദനില്ല കളരിയാണ് കേരളത്തിലെ യൂണിവേഴ്സിറ്റികൾ എല്ലാം. ഇവർക്കാകെ കഴിയുന്ന കാര്യം മോഡി സർക്കാരിനെ കുറ്റം പറയുക എന്ന് മാത്രമാണ്. ഇത് അരക്കെട്ടുറപ്പിക്കാൻ വേണ്ടി കേരളത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം മോദി സർക്കാർ ആണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇടയ്ക്കിടയ്ക്ക് പറയും. ഇതുവഴി ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാമെന്നാണ് മന്ത്രിയുടെ വിചാരം. എന്നാൽ കേരളത്തിലെ ജനങ്ങൾ ഒന്നടങ്കം ഈ പാവക്കളിക്ക് എതിരാണെന്ന് ഇവന്മാർ അറിയുന്നില്ല എന്നതാണ് ഏറ്റവും രസം. അതിനവർ കൂട്ടുപിടിക്കുന്നത് VV സതീശനെയാണ്. നല്ല ബെസ്റ്റ് പാർട്ടിയാണ് കക്ഷി. അല്ല, ഇവന്മാരുടെ കൂടെ കിടപിടിക്കാൻ ഇതിലും നല്ലൊരു കൂട്ടില്ല എന്ന് വേണം പറയാൻ. ഇവരുടെ ഈ പാച്ചും ഗോപാലനും കളിയിലൊന്നും ആളുകൾക്കിടയിൽ വിലപ്പോവില്ല. ഏറ്റവും കഷ്ടം LDFന്റെ ഈ കുപ്രചാരത്തെ എതിർക്കുന്നതിന് പകരം പിന്തുണയ്ക്കുന്ന നിലപാടാണ് പ്രതിപക്ഷത്തിൻ്റെത് എന്നതാണ്. അല്ല, ഞാനിത് ആരെ കുറിച്ചാണ് പറയുന്നത്? നമുക്കും കിട്ടണം പണം എന്നതിനപ്പുറത്തേക്ക് ഇവരുടെ ഒന്നും മനസ്സിൽ ജനങ്ങളോ ജനനന്മയോ ഒന്നുമില്ല എന്നത് വളരെ മുൻപേ തന്നെ തെളിഞ്ഞ കാര്യമാണല്ലോ.